ഇന്ന് നമുക്ക് യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. 6 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നു നോക്കാം. ഇതാണ് 6 കാർഡ്സ് സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് സോർഡ്സിന്റെ കാർഡാണ്. 10 ഓഫ് സോർഡ്സിന്റെ കാർഡ് ഒരു നെഗറ്റീവ് കാർഡല്ല, ഒരു പോസിറ്റീവ് കാർഡാണ്. അപ്പൊ ഇത് കണ്ടിട്ട് മിക്ക ആൾക്കാരും വിചാരിക്കും ഇതൊരു നെഗറ്റീവ് കാർഡാണ്. അല്ല, ഇത് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ജീവിത സാഹചര്യങ്ങളോ ഇല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലിയോ അപ്പം അതൊക്കെ ഉപേക്ഷിച്ച് വെളിയിലോട്ട് വരുന്ന ഒരു പോസിറ്റീവായ പല മാറ്റങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാർഡാണ് 10 ഓഫ് സോർഡ്സിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ. ജീവിതത്തിലെ പ്രണയം, കരിയർ, സാമ്പത്തികം, ശരിയായ തീരുമാനങ്ങൾ എടുക്കൽ എന്നിവയിൽ നിങ്ങൾ എവിടെയാണെന്നറിയാൻ ടാരോ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ കാർഡുകളുടെ മീനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് നമുക്ക് ഓരോ സന്ദേശങ്ങൾ കൈമാറുന്നത്. അതിനു വേണ്ടിയാണ് ടാരോ റീഡിങ് മുഖ്യമായിട്ടും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, യൂണിവേഴ്സൽ മെസ്സേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിങ്ങളുടെ 6 ടേണിംഗ് പോയിന്റ്, പ്രണയമാവാം, സാമ്പത്തികമാകാം, കരിയർ ആകാം, എല്ലാം ഇത് ഈ 6 റീഡിങ്ങിലൂടെയാണ്, 6 കാർഡ് റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന സ്പ്രെഡ്സ് 10 ഓഫ് സോർഡ്സ്, ദ ലവേഴ്സ്, 10 ഓഫ് പെന്റക്കിൾ, ഹൈ പ്രീസ്റ്റസ്, ജസ്റ്റിസ്, 3 ഓഫ് പെന്റക്കിൾ എന്ന് പറയുന്ന കാർഡാണ്. ആദ്യത്തെ കാർഡായ 10 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡ് പറയുന്നത് പോസിറ്റീവായ പല മാറ്റങ്ങളെയുമാണ് 10 ഓഫ് സോർഡ്സ് എന്ന കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു പഴയ അധ്യായത്തിന്റെ അവസാനവും പൂർണ്ണമായ അവസാനമാണ് ഈ 10 ഓഫ് സോർഡ് എന്ന കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ഇനി ഒരു മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി തകർച്ചയല്ല, നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ ഒരു ജോലിയാകാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളാകാം. അപ്പൊ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് ദി ലവേഴ്സ് ആണ്. ഇത് കേവലം ഒരു പ്രണയബന്ധമല്ല, ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല ചോയ്സസിനെയും മൂല്യങ്ങളെയും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ദി ലവേഴ്സ് എന്ന് പറയുന്ന ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന് അനുകൂലമായ പല ചിന്തകളും നമ്മൾക്കൊക്കെ തിരഞ്ഞെടുക്കാനും ഒക്കെ ഈ കാർഡ്, ദി ലവേഴ്സ് കാർഡ് ഒരു സ്പ്രെഡിൽ വന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട വഴി ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു കാർഡാണ് ഇത്. അപ്പം ഈ റീഡിങ് കാണുന്ന പലരും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാനോ ബന്ധങ്ങളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ പോകുന്നതായിട്ട് ഈ സ്പ്രെഡ് നമുക്ക് കാണിച്ചു തരുന്നു. അടുത്തത് 10 ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. 10 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് പറയുന്നത്, ഇത് 10 നമ്പറുള്ള കാർഡാണ്. സാമ്പത്തികമായ സുരക്ഷിതത്വം, കുടുംബത്തിന്റെ പിന്തുണയുണ്ട്, ദീർഘകാലമായിട്ടുള്ള വിജയങ്ങൾ എന്നിവയാണ് ഇതിന്റെയൊക്കെ മീനിങ് ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ സമ്പാദിച്ചു വെച്ചതൊക്കെ നിങ്ങൾക്ക് ഇനി ഉപയോഗപ്രദമാകാൻ പോകുന്നു എന്നാണ്. അതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഫലം ലഭിക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് 10 ഓഫ് പെന്റക്കിളിന്റെ കാർഡിലൂടെ നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാർഡ് ദി ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡ്. ഇതൊരു മേജർ ആർക്കാനയിലെ ഈ ലവേഴ്സ്, ഹൈ പ്രീസ്റ്റസ്, ജസ്റ്റിസ് ഒക്കെ മേജർ ആർക്കാനയിലെ കാർഡാണ്. അപ്പൊ നിങ്ങളുടെ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡിന് മെയിൻ മീനിങ് എന്ന് പറയുമ്പോൾ അകത്ത് പല ആശയങ്ങളെ ഒളിപ്പിച്ചു വെച്ച് പുറത്തേക്ക് മറ്റൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ദൈവികമായ ഒരു ലേഡിയുടെ ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഉള്ളിലുള്ള ശബ്ദത്തെ നിങ്ങൾ വിശ്വസിക്കുക, ഉള്ളിൽ നിന്ന് നിങ്ങളോട് എന്ത് പറയുന്നോ അത് നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് ദി ഹൈ പ്രീസ്റ്റസ് കാർഡിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ധൃതി പിടിച്ചിട്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ട് പോകരുത്. നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് പറയുന്നോ അത് മാത്രമേ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാവൂ എന്നാണ് ഈ ഹൈ പ്രീസ്റ്റസ് കാർഡ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വെളിയിൽ പല അനുകൂല സാഹചര്യങ്ങൾ വന്നാലും അതിനൊന്നും ഫോളോ അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് എന്ത് പറയുന്നു, നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് നിങ്ങളോട് എന്ത് പറയുന്നു അതാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നാണ് ഈ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഇത് അടുത്ത കാർഡ് വന്നിരിക്കുന്ന യൂണിവേഴ്സിന്റെ മെസ്സേജ് ആയിട്ട് ജസ്റ്റിസ് എന്നാണ്. അപ്പം പലർക്കും ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ചിലവർക്കൊക്കെ കോർട്ട് കേസ്, അത് ചിലപ്പോൾ ബന്ധത്തിന്റെ പേരിലാവത്തില്ല, ചിലപ്പം സ്ഥലത്തിന്റെ പേരില്, വസ്തുവകകളുടെ പേരിലോ ഒക്കെ
കോർട്ടിലൊക്കെ കേസ് നിലനിൽക്കുന്നവരൊക്കെയാണ്. അപ്പൊ സത്യവും നീതിയും സമത്വവും നിങ്ങൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാർഡാണ് ജസ്റ്റിസ് എന്ന കാർഡ്. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ അനുകൂലമായ ഒരു വിധി വന്നേക്കാം. അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ സത്യസന്ധമായിട്ടാണ് നീങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും. അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പൊക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ജസ്റ്റിസ് കാർഡൊക്കെ സ്പ്രെഡിൽ വരിക എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ്, ജസ്റ്റിസ് കാർഡൊക്കെ അത് വളരെ വലിയ മേജർ ആർക്കാനയിലെ കാർഡുകളാണ് ഈ കാർഡുകളൊക്കെ. അടുത്ത കാർഡ് 3 ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. 3 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് വന്ന് ടീം വർക്കായിട്ട്. ഇപ്പൊ 3 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഇതിൽ മെയിൻ ആയിട്ട് ടീം വർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ പുറത്തുകൂടെ പോകുന്ന ജനങ്ങളെ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ സഹകരിക്കുക, അവരിൽ നിന്ന് കണ്ടു പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ കണ്ട് ഇവർ ഇതിലൂടെ പഠിക്കുന്നതാണ്. അപ്പൊ മറ്റുള്ളവരുടെ പിന്തുണയോടെ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ്ഫുൾ ആകാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക, അതിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഈ കാർഡുകളിലൂടെ, ഈ 3 ഓഫ് പെന്റക്കിൾ എന്ന കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഈ കാർഡുകളുടെ സന്ദേശം മനസ്സിലാക്കി തീരുമാനങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു ഈ റീഡിംഗ് എങ്കിൽ, അപ്പൊ അതിൻ പ്രകാരം നിങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധത്തിലാവട്ടെ, നിങ്ങളുടെ ബന്ധത്തിലാവട്ടെ, നിങ്ങളുടെ കരിയറിലാവട്ടെ, നിങ്ങൾക്ക് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് എടുക്കണമെങ്കിൽ ശരിക്കും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ 6 കാർഡ്സ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് ഇതൊക്കെയാണ്. ഓൾ ഓവർ ആയിട്ട് നോക്കിയാൽ ഒരു നല്ല സ്പ്രെഡാണ് വന്നത്. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ. നല്ല സ്പ്രെഡ് വന്നതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. കമന്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സിന് കമന്റ് ചെയ്യാനും മറക്കരുത്.